എൻ്റെ കാറ് നിന്നുപോയി, EV കാറ് നിന്നുപോയി. ഇപ്പം 2 ചാർജേ ഉള്ളൂ. ഞാൻ എന്തായാലും ഓഫാകട്ടെ. കണ്ടില്ലേ, 2% ചാർജ് മാത്രമാണ്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം പറയാൻ വേണ്ടി ഞാൻ അപ്പോൾ നിൽക്കുന്നത് കുറ്റിപ്പുറത്ത്. അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഭാരതപ്പുഴ പാലം. ആ പാലത്തിൻ്റെ അത് പഴയ പാലമാണ് അപ്പുറത്ത് കാണാനുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതിയ പാലത്തിലാണ്. അപ്പോൾ ഈ ടാറ്റയുടെ ഈ EV കാറൊക്കെ നിന്ന് പോയാൽ എന്ത് ചെയ്യുമെന്ന് പറയുന്നൊരു വലിയ കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. ഞാനതൊരു നമ്പർ ഇതിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ടാറ്റ തന്നെ തന്നിട്ടുള്ള നമ്മുടെ കാറ് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ നിർത്തേണ്ട സാധനമൊക്കെ വെച്ച് ഞാനിതാ എൻ്റെ കാറും വെച്ച് നിൽക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം ചെയ്തത്, ഞാൻ പാലത്തിൻ്റെ മേലെ കേട്ടോ, പുതിയ പാലത്തിൻ്റെ മേലെയാണ്, പുതിയ റോട്ടിലാണ്. അപ്പോൾ ഞാനതിന് എൻ്റെ ഷോറൂമിന് വിളിച്ചു. ചങ്ങനകുളത്ത് എൻ്റെ ഷോറൂം എടുക്കുന്നത്. ഷോറൂം വിളിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി പോസിറ്റീവ് വെച്ചാൽ ഹൈലി പോസിറ്റീവ്, സൂപ്പർബ് എന്നൊക്കെ പറയേണ്ടി വരും. കാരണം അതിഗംഭീരമായിട്ടാണ് അവർ ഇടപെട്ടത്. അവർ പെട്ടെന്ന് ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തരുന്നു, രജിസ്റ്റർ ചെയ്യാനുള്ള നമ്പർ തരുന്നു. പിന്നെ എന്താ പറയുക, ക്രൈൻ സർവീസിൻ്റെ നമ്പർ എനിക്കിട്ട് അയച്ചു തരുന്നു. എൻ്റെ സുഹൃത്ത് വരുന്നുണ്ട് കേട്ടോ, ഞാൻ വിളിച്ചിട്ട് ക്രൈൻ സർവീസിൽ നമ്പർ എഴുതുന്നു. എന്തായാലും ആകെയുള്ളൊരു ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് ഈ സർവീസ് ഉണ്ടല്ലോ, ഇവരെ സർവീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ വിളിക്കണം. 18000 വെച്ച് തുടങ്ങുന്ന നമ്പറുണ്ട്, അതിലേക്ക് നമ്മൾ വിളിക്കണം. അവരെ വിളിച്ച് കണക്ട് ചെയ്യാൻ എനിക്കൊരല്പ സമയമെടുത്തു. കുറച്ച് സമയമെടുത്തു. ഒരു അരമണിക്കൂർ പിടിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ഇതേപോലെ ഒരുപാട് പേര് അതിലേക്ക് വിളിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ക്ഷമ നമ്മൾ കാണിക്കണം. ഇതിൻ്റെ ഒരു RSA എന്ന് പറയാം. നമ്മളെവിടെയാണ് പെട്ടുപോയത് അവിടുന്ന് നമ്മളെ പിക്ക് ചെയ്യും. നമ്മളെ ഫ്രീ ആയിട്ട് പിക്ക് ചെയ്തിട്ട് നമ്മളെ വേണമെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് ആക്കി തരും, അല്ലെങ്കിൽ അത് തൊട്ടടുത്തുള്ള ഒരു ചാർജിങ് സ്റ്റേഷനിലേക്ക് ഈ വണ്ടി ആക്കി തരും. എന്നിട്ട് ആ വണ്ടിക്ക് ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ഒരുക്കി തരും. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് റൂം എടുത്ത് തരും താമസിക്കാൻ. ഇത് അവർ കൊണ്ടുപോയി ചാർജ് ചെയ്തിട്ട് നമ്മൾ ആ സ്ഥലത്തേക്ക് ഇവർ വണ്ടി നമുക്ക് തരും. ഇതാണ് ഇതിൻ്റെ ഒരു ഓപ്ഷൻ ഉള്ളത്. എന്തൊക്കെയായാലും ഞാനിപ്പോൾ വണ്ടി നിന്നുപോയി, 2% മാത്രമേ ഉള്ളൂ. എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് കേട്ടോ. ഇതിൻ്റെ ചാർജിങ് പോയിൻ്റ് കയ്യിലെടുത്താൽ മതിയായിരുന്നു. ഏത് വീട്ടിൽ നിന്ന് ഇത് വേണമെങ്കിൽ നമുക്ക് വണ്ടി ചാർജ് ചെയ്യാം. അപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധത്തിൻ്റെ ഭാഗത്തിൽ ഞാൻ നിൽക്കുന്നത്. എന്തൊക്കെയായാലും ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. ഒരു 10 മിനിറ്റിനുള്ളിൽ അവരെ കോള് വരും. നമ്മളെ ഈ വണ്ടി അവർ പിക്ക് ചെയ്യും. അതിനുള്ള വാഹനം വരും, പിക്ക് ചെയ്തിട്ട് ഈ വണ്ടി കൊണ്ടുപോയിട്ട് ചാർജ് ആക്കും. എന്തായാലും ഞാൻ അവർ വരുന്ന കാത്ത് നിൽക്കുകയാണ്. അവർ വരട്ടെ, എന്നിട്ട് ബാക്കി കാണാം. നമ്മുടെ പിക്കപ്പ് വാഹനം എത്തി കേട്ടോ സുഹൃത്തുക്കളെ. ഇതാണ് ടാറ്റ കമ്പനി നമുക്ക് വേണ്ടി അയക്കുന്ന പിക്കപ്പ് വാഹനം. ഇനി ഇതിലേക്ക് കയറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയാണ്, അടിപൊളി. നമ്മുടെ വണ്ടി ഇതായിരിക്കുന്നു. എടുത്തോട്ടെ, അതൊക്കെ ആയിക്കോട്ടെ. ഞാൻ ഷെയർ ചെയ്തില്ലേ? നീ ഇത് 2% കൊണ്ടുപോയിട്ടില്ലേ? ഇങ്ങനെ ചാർജിങ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടോ? ചാർജിങ് സ്റ്റേഷനിൽ 2% പ്രശ്നങ്ങളൊന്നുമില്ല. ചിലരില്ല. അതെ, ഇതിപ്പോ ഇന്നത് എങ്ങനെ ഒറ്റയടിക്ക് ഇറങ്ങിയതാ? അല്ല, ഞാൻ അങ്ങനെ വണ്ടിയായിട്ട് ഇങ്ങനെ റൺ ചെയ്ത് വരുന്നു. ചാർജ് തീർന്നു വരെ എനിക്ക് അറിയാമായിരുന്നു. ഞാൻ സ്റ്റേഷനിൽ എത്തും വിചാരിച്ചു. അല്ലല്ല, സാധാ പറയണ കാര്യം. എവിടെ ഇതിൻ്റെ ക്ലാമ്പ് എടുക്കുന്നത്?
സുഹൃത്തുക്കളെ, ഈ വന്ന ആളുടെ പേര് സനൂപ് എന്ന് തന്നെ കേട്ടോ. എൻ്റെ പേര് സനൂപ് ആയിപ്പോയി. എന്തായാലും വന്നിട്ട് വളരെ സ്പീഡായിരുന്നു. ഈ വന്ന ഈ സനൂപ് എന്ന് പറയുന്ന ഇത് സർവീസ് ചെയ്യുന്ന, ഇത് എടുത്തു കൊണ്ടുപോകുന്ന, ഇത് പിക്ക് ചെയ്തിട്ട് ആ വാഹനത്തിൽ കൊണ്ടുപോയിട്ട് ആ മനുഷ്യൻ വളരെ സ്പീഡായിട്ടാണ്. അവർ ഹൈലി എക്സ്പീരിയൻസ്ഡ് ആണ്, ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്. അവനത് വളരെ പെട്ടെന്ന് അതൊക്കെ ആഡ് ചെയ്തു. എന്നിട്ട് വാഹനത്തിൻ്റെ കീയൊക്കെ എടുത്ത് തുറന്ന് ആ ബ്രേക്കൊക്കെ ഒന്നുകൊണ്ട് മാറ്റി അത് ഈസിയായിട്ട് ആ വണ്ടിയുടെ മേലേക്ക് കയറി. പക്ഷെ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ചിലപ്പോൾ 2% എത്തിക്കഴിഞ്ഞാൽ ഇ വിക്കുള്ള പ്രശ്നം ചിലപ്പോൾ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ, അതായത് സ്പീഡ് ചാർജിൻ്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചാർജ് ആവാനൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പം എന്ത് വേണം ചോദിച്ചു. വളരെ നീറ്റായിട്ടുള്ള ചോദ്യം. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അങ്ങനത്തെ ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ. അപ്പോൾ ഞാൻ നേരെ സർവീസ് സ്റ്റേഷനിലുള്ള ആൾക്കാർ വിളിച്ചു. ഇതൊക്കെ നടക്കുന്നത് ഏകദേശം ഒരു രാത്രി ഒരു 12 മണി സമയത്താട്ടാ. പക്ഷേ ഒരു പ്രശ്നവുമില്ലാതെ ഈ സർവീസ് സ്റ്റേഷനിലത്തെ ആൾക്കാരൊക്കെ ഫോൺ എടുത്തു. നമ്മുടെ ചെങ്ങനംകുളത്തെ ആ കമ്പനിയിലത്തെ ആൾക്കാരൊക്കെ ഫോൺ എടുത്തു. അവൻ ഫോൺ എടുത്തിട്ട് അവിടുത്തെ നിഖിലൊക്കെ ഉണ്ട്, അവരൊക്കെ വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്നൊരു കാര്യം സനുപേട്ട, നിങ്ങൾ ആ വാഹനം കൊടുത്തിട്ട് സർവീസ് സ്റ്റേഷനിൽ ഇടാൻ പറയും, നമുക്ക് നാളെ ചാർജ് ചെയ്യാൻ ഞാൻ തരാം, നാളെ എപ്പോഴാച്ചാൽ വന്നെടുത്തുകൊണ്ടേക്കോളും. ഒരു 9 മണിക്കൊക്കെ ചാർജ് ഇട്ടിട്ട് പറ്റുമെങ്കിൽ വൈകുന്നേരം എപ്പോഴേലൊക്കെ സാധനം വണ്ടി എടുത്ത് പോയിക്കോളൂ പറഞ്ഞു. അപ്പം പിന്നെ അതാണുള്ളൊരു നല്ല ഓപ്ഷൻ എന്ന് വിചാരിച്ചു. എന്തായാലും വണ്ടി ഇതാ അപ്പം മെല്ലെ ആ ഒരു വാഹനത്തിൻ്റെ മേലേക്ക് ഇങ്ങനെ മെല്ലെ കയറ്റി, വളരെ ഈസി ആയിട്ട് കയറ്റി കേട്ടോ. പാലത്തിന്റെ മുകളിലൂടെ, കുറ്റിപ്പുറം പഴയ പാലത്തിന്റെ മുകളിലൂടെ. ഞാൻ പുതിയ പാലത്തിലായിരുന്നു, പഴയ പാലത്തിന്റെ മുകളിലൂടെ നമ്മുടെ വാഹനം നമ്മുടെ വണ്ടി. ഇതൊരു വ്യൂ ആണ് കേട്ടാ. നട്ടപ്പാതിരിക്ക് നമ്മൾ ഇങ്ങനെ ഒരു വ്യൂ കണ്ടിട്ടില്ല. കൊള്ളാം, അടിപൊളി. ഓപ്പോസിറ്റുള്ള മാങ്ങാത്തലയന്മാർ ലൈറ്റ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇനിയിപ്പോ അധികം സംസാരിക്കുന്നില്ല. എന്തായാലും വണ്ടി സർവീസ് സ്റ്റേഷനിൽ വളരെ ഭംഗിയായിട്ട് ചാർജ് ചെയ്തിരിക്കുക എന്നുള്ളതൊക്കെ നമ്മളെ കൂടി ഒരു ഉത്തരവാദിത്വത്തിന്റെ പ്രശ്നമായിരിക്കും. പക്ഷെ ഇവരെ സർവീസ് ഉണ്ടല്ലോ, വണ്ടി അടിപൊളി എന്ന് തന്നെ പറയേണ്ടി വരും. രാത്രിയിലെ യാത്ര പക്കയായിരുന്നു. നമ്മള് സർവീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടും ഇതിൽ നിന്ന് വിളി വന്നു എന്നുള്ളതാണ്. ടാറ്റന്ന് വിളി വന്നു. ഇപ്പൊ പെട്രോൾ വണ്ടിക്കാരൊക്കെ വിചാരിക്കണ്ടാവും അവരുടെ കസ്റ്റമർ കെയർ സർവീസിൽ വിളി വന്നു. സാറേ, നിങ്ങളെ വാഹനം അവിടെ എത്തിയോ, വാഹനത്തെ വല്ല പ്രശ്നമുണ്ടോ, അവരൊന്നായിട്ട് ഇടപെട്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവര് നഷ്ടപ്പെട്ടിരിക്കും നമ്മളെ വിളിച്ചു എന്നുള്ളതാണ്. നല്ല ഒരു അനുഭവം എന്ന് മാത്രം, എത്ര അനുഭവം ഉണ്ടായിരുന്നു അദ്ദേഹം. ബൈ. കെട്ടുമ്പാണ്ടൊക്കെ ശക്തമാണോ ആവോ? ഇങ്ങനെ പോണ്. മരവണ്ടിയേ